തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാള എന്ന കഥാപാത്രം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രങ്ങളൊന്നാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതിലെ വില്ലൻ കഥാപാത്രം വളരെ മികച്ചൊരു ക്യാരക്ടറാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അയാൾ വളരെ ശക്തനാവുമ്പോഴാണ്. അയാൾ നായകന് വളരെ ശക്തനായ ഒരു പ്രതിയോഗിയാകുമ്പോൾ നായകൻ ഇയാൾ എങ്ങനെ തോൽപ്പിക്കും എന്നൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന അത്രയും ശക്തനാവുമ്പോഴാണ് നമ്മൾ പറയുക ഈ വില്ലൻ വളരെ മികച്ച ഒരു വില്ലൻ കഥാപാത്രമാണെന്ന്. പക്ഷേ തേന്മാവിൻ കൊമ്പത്തെടുത്തു കഴിഞ്ഞാൽ അപ്പക്കാള എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഒരു സാധാരണ കോമഡി കഥാപാത്രം മാത്രമാണ്. സെക്കൻഡ് ഹാഫിലാണ് ഇയാൾ വില്ലത്തരങ്ങൾ കാണിക്കുന്നത്. പക്ഷേ അയാൾ ഒരിക്കലും നായകനായ മാണിക്കനുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നായകന് ശക്തനായ ഒരു പ്രതിയോഗിയൊന്നുമില്ല. പക്ഷേ അത് തന്നെയാണ് അപ്പക്കാളയെ വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പക്കാള എന്ന കഥാപാത്രം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രങ്ങളൊന്നാണെന്ന് ഞാൻ പറയുന്നത്. ഞാനിതിൻ്റെ ഓരോ ഫാക്റ്റുകളായിട്ട് പറയാം. ആദ്യം തന്നെ മാണിക്കിൻ്റെ പ്രിവിലേജ്. അപ്പക്കാള ഒരു വേലക്കാരനാണ്, പക്ഷേ അതേ വീട്ടിലെ മറ്റൊരു വേലക്കാരനാണ് മാണിക്കൻ. സോ തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വീടുണ്ട്, ഒരു ചേച്ചിയും അനിയനുമാണ് അവിടെ കഴിയുന്നത്. ആ വീട്ടിൽ 2 വേലക്കാരുണ്ട്. പക്ഷേ മാണിക്കൻ എന്ന് പറയുന്ന ആ ജോലിക്കാരന് അവിടെ വല്ലാത്തൊരു പ്രിവിലേജ് ഉണ്ട്. അയാൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. ഈ വീട്ടുകാർക്ക് ഒരു സ്വന്തം അനിയനെ പോലെയൊക്കെ തന്നെയാണ് മാണിക്കൻ. പക്ഷേ അപ്പക്കാളയ്ക്ക് ആ ഒരു പരിഗണനയൊന്നും ആ വീട്ടിൽ കിട്ടുന്നില്ല. സോ അവിടെ തന്നെ മാണിക്കിന് ഒരു പ്രിവിലേജ് ഉണ്ട്. മാണിക്കൻ എന്ന് പറയുന്നത് ഈ സിനിമയിലെ നായകനായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വലിയ പ്രിവിലേജ് ആയിട്ട് സിനിമ കാണുമ്പോൾ തോന്നില്ല. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ആ വീട്ടിലൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു 2 പേര് താമസിക്കുന്ന വീട്ടിൽ 2 വേലക്കാരുണ്ട്. സോ 2 പേർക്കും ഏകദേശം ഒരേപോലത്തെ ഒരു പ്രിവിലേജാണ് കിട്ടേണ്ടത്. പക്ഷേ മാണിക്കിന് അവിടെ കൂടുതൽ പ്രിവിലേജ് കിട്ടുന്നുണ്ട്. അതിന് ഒരു കാരണം ചിലപ്പം അവിടുത്തെ പഴയ കാര്യസ്ഥൻ്റെ മകനായതുകൊണ്ടായിരിക്കാം, വേറെ വല്ല കാരണങ്ങളുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും മാണിക്കിന് അവിടെ അത്യാവശ്യം നല്ല പ്രിവിലേജ് ഉണ്ട്. അപ്പക്കാളയ്ക്ക് ആ ഒരു പ്രിവിലേജ് ഒന്നുമില്ല. സോ ആ വീട്ടിലെ ഒരു സ്വാധീന ശക്തിയാണ് മാണിക്കൻ. ഇതേ സമയം അപ്പക്കാളയ്ക്ക് ഈ പറയുന്നത് യാതൊരു സ്വാധീനവുമില്ല. അയാൾക്ക് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. അയാൾ തമ്പ്രാന്ന് വിളിച്ചിട്ട് പിന്നാലെ നടക്കുന്നു, ഒരു റാൻമൂളിയായിട്ട് അയാൾ പറയുന്നതൊക്കെ ചെയ്യുന്നു. അതിന് പുറമെ ഈ മാണിക്കിൻ്റെ കൂടെ കൂടിയിട്ട് ഇയാൾ തന്നെ ഈ അപ്പക്കാളയെ കളിയാക്കാനും എല്ലാത്തിനും നിൽക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു വിലയില്ലാതെ ആകെ അടിച്ചമർത്തപ്പെട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ശക്തമായ ഭാഷയിൽ പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു തൊഴിലാളിയുടെ ഒരു പ്രതിരൂപമാണ് നമ്മുടെ അപ്പക്കാള എന്ന് പറയുന്നത്. പക്ഷേ അത്തരം ആംഗിളിലേക്കൊന്നും ഈ സിനിമ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, അപ്പക്കാളയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അയാൾക്ക് കൃത്യമായിട്ട് കണക്ക് പോലും അറിയില്ല. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഒരു സീനുണ്ട്, അപ്പക്കാളയെ കൊണ്ട് ഏത്തമിടിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ ഏത്തമിടിക്കുമ്പോൾ മാണിക്യൻ കണക്ക് തെറ്റിച്ച് പറഞ്ഞിട്ട് കൂടുതൽ തവണ ഏത്തമിടിക്കുന്നുണ്ട്. നമ്മൾ ആ സിനിമയിൽ ആ സീനൊക്കെ കണ്ട് ചിരിച്ചതാണ്, അതൊരു തമാശ സീനാണ്, അത്രേ ഉള്ളൂ. പക്ഷേ ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പക്കാളയ്ക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, അതായത് മാണിക്കിൻ്റെ അത്ര പോലും കണക്കറിയാത്തത് കൊണ്ടാണ് അപ്പക്കാളയുടെ ആ ഒരു അവസ്ഥയ്ക്ക് കാരണം. സോ അറിവില്ലായ്മയെ വെച്ചിട്ടാണ് അവരവിടെ കളിയാക്കുന്നത്. നമ്മളതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും നോക്കുന്നില്ല, അതൊരു തമാശ സീനാണ്, അത്രയ്ക്ക് എടുത്താൽ മതി. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ 2 പേരിൽ മാണിക്കിന് കുറച്ചുകൂടെ കണക്കെങ്കിലും അറിയാം. സോ ആ ഒരു കാര്യത്തിലും മാണിക്കിന് അപ്പക്കാളയേക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ്. സോ അപ്പക്കാളയുടെ വിദ്യാഭ്യാസവും മോശമാണ് മാണിക്കിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പക്കാള മാണിക്കിനെതിരെ തിരിയുന്നത് അയാളുടെ ലവ് ഇൻട്രസ്റ്റിന് മാണിക്കിനോടാണ് താല്പര്യമെന്ന് അറിയുമ്പോഴാണ്. അപ്പോൾ ഈ സമയത്തുള്ള അപ്പക്കാളയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇയാളുടെ പ്രതിയോഗി വളരെ ശക്തനാണ്. മാണിക്കൻ എന്ന് പറയുന്നത് സർവ്വ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. അതേ സ്ഥലത്ത് ഒരു സ്വാതന്ത്ര്യവും ഒരു വിലയില്ലാത്ത മറ്റൊരു വേലക്കാരൻ മാത്രമാണ് അപ്പക്കാള. അപ്പോൾ ഇയാൾ എങ്ങനെ മാണിക്കനെ തോൽപ്പിക്കും? തല്ലിത്തോപ്പിക്കുക എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കലി അപ്പക്കാളയേക്കാളും ശക്തനാണ് മാണിക്കൻ. അതായത് കർണാടകത്തിൽ നിന്ന് വന്ന ഒരു പോലീസുകാരനെ ചന്തയിലിട്ട് തല്ലിത്തോപ്പിക്കാനും മാത്രം ആരോഗ്യമുള്ള ഒരാളാണ് മാണിക്കൻ. അങ്ങനെയുള്ളൊരു മാണിക്കനെ അപ്പക്കാളയ്ക്ക് പോയിട്ട് തല്ലിത്തോപ്പിക്കാൻ പറ്റില്ല. സോ അപ്പക്കാളയുടെ പ്രതിയോഗി അപ്പക്കാളയേക്കാളും ശക്തനാണ്. ഫിസിക്കലി അയാൾ വളരെ ശക്തനാണ്. പിന്നെ എങ്ങനെ തോൽപ്പിക്കും? ഏതെങ്കിലും മത്സരത്തിൽ തോൽപ്പിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ആ നാട്ടിലൊരു മത്സരം ഉള്ളത് കാളയോട്ടത്തിൻ്റെ, കാളവണ്ടി റേസാണ് അവിടുത്തെ ഒരു മത്സരം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്, അപ്പക്കാളയ്ക്ക് അവിടെ ഒരു സ്കോപ്പില്ല, കാരണം മാണിക്കനാണ് അതിൽ സ്ഥിരമായിട്ട് ജയിക്കുന്ന ഒരാൾ. ഈ സിനിമയിലെ മറ്റൊരു സീനിൽ അപ്പക്കാളയാണ് എൻ്റെ ഈ ഒരു കാളവണ്ടി ഓട്ടക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് അറിയാം അപ്പക്കാള ജയിക്കില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് മാണിക്കൻ ഒരു മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത്. സോ അങ്ങനെ ഒരു മത്സരത്തിലും തൻ്റെ പ്രതിയോഗിയായ മാണിക്കനെ തോൽപ്പിക്കാനുള്ളൊരു കഴിവ് അപ്പക്കാളയ്ക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നായകൻ്റെ മുന്നിൽ ഒന്നുമല്ലാത്ത ഒരാളാണ് നമ്മുടെ സിനിമയിലെ വില്ലൻ. പക്ഷേ എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വില്ലനെ ഇത്രയും സ്ട്രോങ് ആക്കുന്നത്. എനിക്ക് ഇത്രയും സ്പെഷ്യലായിട്ട് തോന്നിയത് അതുകൊണ്ടാണ്. ഇതിലെ ഒരു വില്ലൻ്റെ ക്യാരക്ടർ ആർക്കും കാര്യങ്ങളും
അത്ര നന്നായിട്ട് എഴുതിയോ വില്ലൻ്റെ പെയിനും വിഷമങ്ങളും കാണിക്കുന്ന സീനുകളൊന്നുമില്ല. ഇത് നായകനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കഥ പോകുന്നത്. പക്ഷേ നമ്മൾ അപ്പക്കാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പക്കാളയ്ക്ക് ആദ്യം ആ വീട്ടിലൊരു വിലയില്ല, ഇയാൾ പറയുന്നതൊന്നും ഈ യജമാനൻ കേൾക്കുന്നില്ല. പക്ഷെ പിന്നീട് ഇയാൾ പറയുന്നത് യജമാനൻ കേട്ടു തുടങ്ങുന്നു. അത് അത്രയും കൂർമ്മബുദ്ധിയോടെ അയാൾ പറയുന്നത് കൊണ്ടാണ് അയാൾക്ക് യജമാനനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് ശക്തിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ശക്തനെ നമ്മുടെ കൂടെ നിർത്തണം. അതാണ് അടുത്ത ഓപ്ഷൻ. അതാണ് ഇതിൽ അപ്പക്കാള ചെയ്യുന്നത്. ഈ വീട്ടിൽ ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഈ മാണിക്യനെതിരെ ആ വീട്ടിലെ തന്നെ യജമാനനെയാണ് അപ്പക്കാള തൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനായിട്ട് ഇയാളുടെ കയ്യിലുള്ളത് ഇയാളുടെ ചെറിയ ബുദ്ധിയാണ്. അയാൾ തന്നെ വിശേഷിപ്പിക്കുന്നത് അയാളുടെ ചെറിയ ബുദ്ധിയാണെന്നാണ്. ഈ ചെറിയ ബുദ്ധി ഉപയോഗിച്ചാണ് അയാൾ യജമാനനെ കൂടെ കൊണ്ടുവരുന്നത്. അങ്ങനെ അത്രയും കാലം ഇയാളെ മൈൻഡ് ചെയ്തിരുന്ന യജമാനൻ പിന്നീട് കുറേശ്ശെ അപ്പക്കാള പറയുന്നത് കേട്ടു തുടങ്ങുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ യജമാനൻ മദ്യപിക്കുമ്പോൾ അപ്പക്കാളയും കൂടെ ഇരിക്കുന്നുണ്ട്. ആ ലെവലിലേക്കൊക്കെ അപ്പക്കാള വളരെയാണ്. സോ ഇതൊക്കെ ഇയാളുടെ ഒരു ക്യാരക്ടർക്ക് വെച്ച് നോക്കുമ്പോൾ ഈ തൊഴുത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലോ നിർത്തിയിരുന്ന അപ്പക്കാള പിന്നീട് അടുത്തടുത്ത് വന്ന് യജമാനൻ മദ്യപിക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തി. സോ ഇതാണ് അപ്പക്കാളയുടെ ഒരു ഗ്രോത്ത്. അതേപോലെ ഇയാളുടെ കയ്യിൽ ശക്തിയില്ലാത്തതുകൊണ്ട് ശക്തനായ ഒരാളെ ഇയാൾ കൂടെ നിർത്തി. ഇവിടെയും അപ്പക്കാളയുടെ പരിപാടി തീരുന്നില്ല. സിനിമ അവസാനിക്കുമ്പോൾ ആ ഗ്രാമം മുഴുവൻ നമ്മുടെ നായകനെതിരാണ്. അയാൾ പറയുന്നത് ആ വീട്ടിൽ ഇയാൾ അമ്മയെപ്പോലെ കരുതിയിരുന്ന ക്യാരക്ടർ പോലും വിശ്വസിക്കുന്നില്ല. അത്രയും സ്ട്രോങ് ആണ് അപ്പക്കാളയുടെ ബുദ്ധി. കാരണം അയാൾക്ക് ശക്തിയില്ല, പിന്നെ അയാളുടെ കയ്യിലുള്ളത് ബുദ്ധി മാത്രമാണ്. ഈ ബുദ്ധി വെച്ച് ഒരു ഗ്രാമത്തെ മുഴുവൻ നായകനെതിരെ തിരിക്കാൻ പറ്റി. നായകനെ മകനെ പോലെ കണ്ടിരുന്ന ആ വീട്ടിലെ അമ്മയെ വരെ ഈ നായകനെതിരെ തിരിക്കാൻ പറ്റി. ഇവിടെയാണ് അപ്പക്കാള സ്ട്രോങ് ആവുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഒരു വില്ലനെ നമ്മൾ സ്ട്രോങ് ആണെന്ന് പറയുന്നത് എപ്പോഴും അയാൾ നായകന് വലിയൊരു ചാലഞ്ച് കൊടുക്കുമ്പോൾ, അയാൾ നായകനേക്കാൾ ശക്തനാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ്. പക്ഷെ ഇവിടെ വില്ലന് ശക്തിയില്ല. നായകൻ്റെ മുന്നിൽ അയാൾക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുകളുമില്ല. പക്ഷേ അയാളുടെ ബുദ്ധി ഉപയോഗിച്ച് തൻ്റെ നാടിനെ മുഴുവൻ, ഒരു നാട്ടുകാരെ മുഴുവൻ നായകനെതിരെ തിരിച്ചു. അതാണ് അപ്പക്കാളയുടെ പവർ. സോ എൻ്റെ ഒരു അനുമാനത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രങ്ങളിലൊന്ന് അപ്പക്കാള തന്നെയാണ്. കാരണം തന്നെക്കാൾ സ്വാധീനമുള്ള, തന്നെക്കാൾ ആരോഗ്യമുള്ള, തന്നെക്കാൾ മറ്റു പല കഴിവുകളുമുള്ള ഒരു നായകനെ ഇയാൾ തൻ്റെ ബുദ്ധി മാത്രം ഉപയോഗിച്ച് തറപറ്റിച്ചു. ഇപ്പോൾ ക്ലൈമാക്സിൽ കൃത്യസമയത്ത് ആ ബസ് വരുന്നത് കൊണ്ടാണ് മാണിക്യൻ രക്ഷപ്പെടുന്നത്. പക്ഷേ നമ്മുടെ തൃശ്ശൂർ കുന്നംകുളം റൂട്ടിൽ കൂടെയാണ് ആ ബസ് വരുന്നതെങ്കിൽ അതൊരു 10-15 മിനിറ്റ് ലേറ്റാവുമായിരുന്നു. അങ്ങനെ ലേറ്റാവുകയാണെങ്കിൽ ചിലപ്പോൾ മാണിക്യയിലെ നാട്ടുകാരെല്ലാവരും കൂടെ തല്ലിക്കൊന്നേനെ. സോ അത്രയും സ്ട്രോങ് ആണ് നമ്മുടെ അപ്പക്കാളയുടെ ബുദ്ധി. സോ ഈ വീഡിയോ ഞാൻ അപ്പക്കാളയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പക്കാളയുടെ വേദന എനിക്ക് മനസ്സിലാവും. എന്നാലും എൻ്റെ സംശയം, 2 വേലക്കാരുള്ള വീട്ടിൽ എന്തിനാണ് മാണിക്യനോടൊരു അമിത സ്നേഹം ഇവർ കാണിക്കുന്നത്? അതിൻ്റെ പിന്നിൽ വേറെ വല്ല കാരണങ്ങളുണ്ടോ? അങ്ങനെ വല്ല കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ക്യാരക്ടറുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.